ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണ്. അതിന് നമുക്ക് ആവശ്യത്തിനായി ചിക്കൻ എടുത്ത് ചിക്കനിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, തൈര്, പിന്നെ കുറച്ച് ബട്ടർ ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സവാളയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഫ്രീസറിലൊന്ന് റെസ്റ്റ് ചെയ്ത് വയ്ക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇത് റെസ്റ്റ് ആകുന്ന ടൈം കൊണ്ട് നമുക്ക് കുക്കർ ചൂടാക്കി കുക്കറിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടുന്ന ടൈമിൽ നമുക്ക് റെഡിയാക്കി വെച്ചേക്കുന്ന സവാള, കൊച്ചുള്ളി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം കേട്ടോ. ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് വഴക്കാം. ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ പേസ്റ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിൻ്റെ ആ ഒരു പച്ചമണം മാറുമ്പോഴേക്കും നമുക്ക് നെക്സ്റ്റ് ഐറ്റംസ് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് പച്ചമുളകും തക്കാളിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളി നന്നായിട്ട് വഴന്ന് വരണം കേട്ടോ. നന്നായിട്ട് വഴന്ന് വരണം. ഇത് ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചതാണ് കേട്ടോ. നമുക്കതിന് കുക്ക് ചെയ്യാനുള്ള ടൈമായല്ലോ. നമുക്ക് ഈ സവാള വശക്കയിലിട്ട് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ട് ആ എണ്ണയിൽ നിന്ന് ചെറിയ രീതിയിൽ മൂപ്പിക്കാം. അത് കഴിഞ്ഞിട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചിക്കൻ മസാല, ആവശ്യത്തിന് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴക്കാം. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല പൊടിയും കൂടെ ഇടുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഈ വഴന്ന് വരുന്ന ടൈമിൽ നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്ത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ കുക്കറിൻ്റെ അടപ്പിട്ട് അടയ്ക്കണ്ട. ആദ്യം ഇതായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് നോർമൽ ഒരു അടപ്പ് പാത്രം വെച്ച് കുക്കറിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ആവിയാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നല്ല കളറാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഒരു രീതിയിലാണ് ഇന്നത്തെ ചിക്കൻ കറി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ, നേരത്തെ മിക്സാക്കിയതിൽ ബട്ടറുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് ബട്ടർ ഇട്ടതിന് ശേഷം നമുക്ക് നോർമലായിട്ടുള്ളൊരു അടപ്പ് പാത്രം വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കാം. അങ്ങനെ നമുക്ക് ചെറിയൊരു തിള വരും. അടച്ച് വയ്ക്കുമ്പോൾ തന്നെ ചെറിയൊരു തിള വരും. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം, ഒത്തിരിയല്ല, കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ച് വെച്ച് 2 വിസിൽ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മളുടെ കപ്പ റെഡിയാക്കി എടുക്കാം. ഞാൻ ഇതുപോലെ കൊത്തി അരിഞ്ഞതാണ്. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ വറുക്കണം. നന്നായിട്ട് അത് വറുത്തെടുക്കണം കേട്ടോ. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കതിലേക്ക് മുളക് പൊടി, കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ഒരു സമയം കൊണ്ട് നമ്മളുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ കുനുകുന അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നല്ല സൂപ്പർ ഡ്യൂപ്പറായിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഗൈസ്. ആ സമയം നമ്മുടെ കപ്പയും നല്ല വെന്ത് പരുവായിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് കടുകിട്ട് നമുക്ക് അതിലേക്ക് റെഡിയാക്കണം. താളിച്ചതിന് ശേഷം കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മരിച്ചിനിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അതും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ പുറത്തേക്ക് നമുക്ക് കുറച്ചൊന്ന് ആവി വരാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കാം. അടച്ച് വെച്ച് അത് മൂടി മാറ്റിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ കറി അതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങനെ നമ്മൾ ചിക്കനും കുറച്ച് ചാറും കൂടെ ആയിട്ട് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് കുഴമ്പ് പരുവത്തിനൊന്ന് മിക്സാക്കി എടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സെർവ് ചെയ്തതിന് ശേഷം ട്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് സവാളയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഒന്ന് സെറ്റാക്കിയിട്ട് കഴിക്കണം. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. കഴിച്ചിട്ടുണ്ട്, മുന്നേ ഒരു ഹോട്ടലിൽ നിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഉണ്ടാക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ്. പക്ഷേ കിടിലൻ സംഭവമായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈം കാണാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. ഓക്കെ, സീ യു.